Hello students, welcome to the class Evaluation of Integral. So കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവാലുവേഷൻ ഓഫ് ഇൻറ്റഗ്രൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ പറഞ്ഞത് നമ്മുടെ കർവിൻ്റെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ തന്നാൽ എങ്ങനെ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, നമുക്കൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് വി ഹാവ് ഗിവൺ എ കർവ് സി, നമുക്കൊരു കർവ് സി തന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കർവ് എങ്ങനെയായിരുന്നു തന്നത്? പാരാമെട്രിക് ഫോർമാറ്റിൽ, അതായത് എക്സും വൈയും, എക്സിൻ്റെയും വൈൻ്റെയും മറ്റൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ടി എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി തന്നു. ഇവിടെ കർവ് ഡയറക്റ്റ്ലി നമുക്ക് തരികയാണ്. കർവിൻ്റെ പോയിൻറ്റ്സ് തന്നിരിക്കുന്നു. വെർ വൈ ഈക്വൽ ടു വൺ മോർ ഫംഗ്ഷൻ സം ജി എക്സ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ജി ഓഫ് എക്സ് വൈ എന്ന് വിളിക്കാം, കർവിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം, വൈ ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? അതായത് 2 വേരിയബിൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഓവർ സി നമുക്ക് ഡയറക്റ്റ്ലി നമുക്കൊരു ഫംഗ്ഷൻ തന്നു, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്, എ ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം വിത്ത് റെസ്പെക്ട് ടു എക്സിലേക്ക് മാറ്റണം. സോ ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് അതുപോലെ തന്നെ എഴുതിയാൽ മതി, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇവിടെ ടി എന്ന് പറയുന്ന ഒരു പാരാമെട്രിക് ഫോർമാറ്റേ നമുക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈനെ മാത്രം നമുക്ക് എക്സിലേക്ക് മാറ്റി എഴുതണം. വൈ എത്രയാണ്? എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഡി എക്സ്. എക്സിൻ്റെ ലിമിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എ മുതൽ ബി വരെയാണെന്ന്. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ നമുക്ക് ഡയറക്റ്റ്ലി മാറ്റി എഴുതിയാൽ മതി. വൈക്ക് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി അങ്ങനെയല്ല, ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മളെല്ലാം വിത്ത് റെസ്പെക്ട് ടു വൈയിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ ഇവിടെ ഉണ്ട്, ഓക്കെ, ജി ഉണ്ട്, ഓക്കെ. ഫംഗ്ഷനിൽ വേരിയബിളായ എക്സിനും വൈനെയും വൈയിലേക്ക് മാറ്റണം. അപ്പോൾ എക്സിനെ നമ്മൾ എങ്ങനെയാണ് വൈയിലേക്ക് മാറ്റുക? അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എക്സിനെ എക്സ് തന്നെ ആക്കി എഴുതി. അപ്പോൾ വൈ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ആണ് തന്നിട്ടുണ്ട്, അപ്പോൾ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ എഫ് ഡാഷ് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്ന് നമുക്കറിയാം, ഇതിൻ്റെ ഡെറിവേറ്റീവായി എഫ് ഡാഷ് എക്സ് ആണ്. അപ്പോൾ ഡി വൈ എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ യൂസിങ് ദിസ് ഐഡിയ, ഇത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഡി വൈക്ക് പകരം എന്തെഴുതാം? എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എല്ലാവരും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയി മാറി. എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്, എ മുതൽ ബി വരെ. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു രീതി എന്തായിരുന്നു? ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ തന്നെ നമുക്ക് ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് ചെയ്യാം. ആരുടെ ആർക്ക് ലെങ്ത് ആണ്? കർവ് സിയുടെ ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ കർവ് സിയുടെ ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത് അറിയണം അല്ലേ. അപ്പോൾ ആർക്ക് ലെങ്ത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് സ്ക്വയർ, അതായത് ഡി എസ് ബൈ ഡി എക്സ്. ആർക്ക് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതിവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഡി എസ് എന്താണെന്ന് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിനിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ എക്സിനെ എല്ലാം എക്സിലേക്ക് ഞാൻ മാറ്റുവാണ്. ജി ഉണ്ട്, എക്സിന് എക്സ് തന്നെ എഴുതിയാൽ മതി. വൈനെ എഫ് ഓഫ് എക്സിലേക്ക് മാറ്റി എഴുതുന്നു. ഡി എസിനെയും നമ്മൾ എഫ് ഓഫ് എക്സിലേക്ക് മാറ്റി എഴുതുന്നു. എഫ് ഡാഷ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ എല്ലാം എക്സിലായതുകൊണ്ട് എക്സിൻ്റെ ലിമിറ്റായ എ ടു ബി അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നു? അപ്പോൾ ഈ 3 ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു ദി ആർക്ക് ലെങ്ത് ഓഫ് സി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ആർ ദ 3 റൂൾസ് ഫോർ ഇൻറ്റഗ്രേഷൻ വെൻ ദ ഗിവൺ കർവ് സി ഈസ് ഡിഫൈൻഡ് ബൈ വൈ ഈക്വൽ ടു എഫ് എക്സ്. കർവിനെ നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഇങ്ങനെയെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ പ്രോബ്ലം നോക്കൂ. ഇവാലുവേറ്റ് ദി ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ഓർ സി ഈസ് ഗിവൺ ബൈ ദ കർവ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1 ലെസ് ആർ ഈക്വൽ ടു എക്സ് ലെസ് ആർ ഈക്വൽ ടു 2. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലുണ്ടാവേണ്ടത് എല്ലാത്തിനെയും നമ്മൾ എക്സിലേക്ക് മാറ്റി എഴുതണം എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് അവർ ഇൻറ്റഗ്രേഷൻ? ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു, കാരണം ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം, ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. രണ്ടാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ ഡി വൈ എന്ന് മാറ്റി എഴുതുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഇതിൽ നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ വൈനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. വൈ എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? എക്സ് ക്യൂബ് ആണെന്ന് തന്നിരിക്കുന്നു. അപ്പോൾ എക്സ് പോലെ തന്നെ എഴുതി, വൈക്ക് പകരം ഞാൻ എക്സ് ക്യൂബ് എന്ന് എഴുതി, ഡി എക്സ് തന്നെ. സിയുടെ ലിമിറ്റ് എങ്ങനെ വരും? എക്സ് ആണ് എല്ലാം ആയിരിക്കുന്നത്, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് -1 മുതൽ 2 വരെ. പ്ലസ് ഇനി ഈ ഇൻ്റഗ്രേഷൻ നോക്കി, ഇൻ്റഗ്രൽ ഉണ്ട് x² അതേപോലെ തന്നെ എഴുതാം നമുക്ക്. dy നമുക്കറിയില്ല, പക്ഷെ y നമുക്കറിയാം, y = x³ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, y = x³ എന്ന് തന്നാൽ dy/dx നമുക്ക് കാണാമല്ലോ. dy/dx എന്തായിരിക്കും? x³ ഡെറിവേറ്റീവ് 3x² ആയിരിക്കും. സോ dy എന്താണെന്ന് കിട്ടും? ഇവിടെ നിന്ന് 3x² dx എന്ന് കിട്ടും. സോ x² അതേപോലെ തന്നെ എഴുതി, dy പകരം 3x² dx എന്ന് കിട്ടി. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ എക്സിലായി. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കാം, -1 മുതൽ 2 വരെയാണ് എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുള്ളത്. സോ ദിസ് വിൽ ബിക്കം -1 to 2, okay, x into x³ is x⁴ dx, plus -1 to 2, x² into 3x² is 3x⁴ dx. ഇപ്പോൾ എല്ലാം എക്സിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ x⁴ ഇൻ്റഗ്രൽ എത്രയാണ്? ഇത് വേണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് എഴുതാം. -1 to 2, ഇവിടെ x⁴ dx, ഇവിടെ 3x⁴ dx. അപ്പോൾ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യാം, കാരണം ലിമിറ്റ് എല്ലാം സെയിം തന്നെയാണ്. x⁴ 3x⁴ ആഡ് ചെയ്തു dx ചെയ്താൽ മതി. അതായത് ഇൻ്റഗ്രൽ -1 to 2, x⁴ plus 3x⁴ is 4x⁴ dx. ഓക്കെ, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4 ഔട്ട്സൈഡ് നിർത്തി, x⁴ ഇൻ്റഗ്രൽ x⁵/5 ലിമിറ്റ് കൊടുക്കണം -1 മുതൽ 2 വരെ. അതായത് 4 അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഓക്കെ, ഇനി എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തു 2. സോ 2⁵/5 മൈനസ് -1⁵ divided by 5. So you get the value 4 into, so 2⁵ വാല്യൂ 32 ആണ്. 32/5 മൈനസ് -1⁵ ആണിത്. -1ൻ്റെ പവർ 5 പ്രാവശ്യം ചെയ്യുമ്പോൾ 5 പ്രാവശ്യം -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -1 ആണ് കിട്ടുക, ഡിവൈഡഡ് ബൈ 5. സോ യു ഗെറ്റ് ദ വാല്യൂ 4 into 32/5 plus minus of minus is plus 1/5. So you get the value 4 into 33/5. അതായത് 132 divided by 5. 132 divided by 5 will be the final answer. Okay. So next problem, evaluate integral over c y² dx minus x² y² dx minus x² dy ആണ്. x² dy c is given by y = x², 0 ≤ x ≤ 2. അപ്പോൾ നമ്മുടെ കർവ് തന്നിരിക്കുന്നത് y = x² ഡയറക്റ്റ് ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. സോ ഇൻ്റഗ്രൽ ഓവർ c y² dx മൈനസ് x² dy നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു, കാരണം ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സും ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈയും ആണ് വരുന്നത്. സോ ഇൻ്റഗ്രൽ ഓവർ c y² dx മൈനസ് ഇൻ്റഗ്രൽ ഓവർ c x² dy എന്ന് മാറ്റി എഴുതാം. ഇനി ഈക്വൽ ടു ഇൻ്റഗ്രൽ y² y നമുക്ക് തന്നിട്ടുണ്ട് x² ആണെന്ന്. അപ്പോൾ വൈക്ക് പകരം ഞാൻ x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, dx ഇതായിട്ട് തന്നെ എഴുതാം. മൈനസ് ഇൻ്റഗ്രൽ ഓവർ c, ഇവിടെ x² തന്നെ തന്നെയാണ് ഉള്ളത്, പക്ഷെ x² കൂടെ dy ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ dy നമ്മൾ ഇവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. y = x² ആണെങ്കിൽ dy/dx എന്ത് വരും? 2x വരും. അപ്പോൾ dy എന്താ വരിക? 2x dx എന്ന് വരും അല്ലേ. അപ്പോൾ ഈ dy നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, 2x dx. റെഡി. അപ്പോൾ എല്ലാം എക്സിൻ്റെ ടേംസിലായി കഴിഞ്ഞാൽ ലിമിറ്റും എക്സിൻ്റെ ആണ് കൊടുക്കേണ്ടത്. എക്സിൻ്റെ ലിമിറ്റ് തന്നിരിക്കുന്നു 0 മുതൽ 2 വരെയാണ്, 0 മുതൽ 2 വരെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2. ഇവിടെ x² എന്ന് പറയുമ്പോൾ x⁴ dx ആവും. മൈനസ് ഇൻ്റഗ്രൽ 0 to 2, ഇവിടെ 2 x² into x is x³ dx ആവും. ഇൻ്റഗ്രേഷൻ ചെയ്ത് ലിമിറ്റ് കൊടുത്താൽ മാത്രം മതി. x4ൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ x⁵5/5 ലിമിറ്റ് 0 to 2 മൈനസ് 2 ഇവിടെ ഔട്ട് സൈഡ് നിർത്തി. x³ ഇൻ്റഗ്രൽ x⁴/4 ആണ്, ലിമിറ്റ് 0 to 2. So you get the value again 2⁵/5 minus 0⁵5/5 minus ഈ 4 ഇവിടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2/4 into 2⁴ minus 0⁴. അതായത് എക്സിന് 2 കൊടുത്തു, എക്സിന് 0 കൊടുത്തു. സോ യു ഗെറ്റ് എന്ത് വരും? വാല്യൂ എന്ത് വരും? 2⁵5 is 32/5 മൈനസ് 0. 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 1/2 into 2⁴. 2⁴ is 16 ആണ്. So you get value 32/5 minus 8. അതായത് 32
minus 40 divided by 5. So minus 8 by 5 is a solution. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം? സോ ദിസ് ഇൻ്റഗ്രൽ ഓവർ സി 3x² പ്ലസ് 6y² dy ആണ്. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 3x² ഈസ് കുഴപ്പമില്ല, അങ്ങനെ തന്നെ എഴുതാം, പ്ലസ് 6 ഇൻറ്റു y² നമ്മൾ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ വൈക്ക് പകരം 2x + 1 കൊടുത്താൽ 2x + 1 സ്ക്വയറാണ് y² വരിക. പിന്നെ dy വേണം നമുക്ക്. y 2x + 1 ആണെങ്കിൽ വാട്ട് ഈസ് dy ബൈ dx? dy ബൈ dx is equal to ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ dy എന്താ വരിക? 2dx എന്ന് കിട്ടും. സോ ഇവിടെ dyക്ക് പകരം 2dx എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ എക്സിലായി മാറി. എക്സിൻ്റെ ലിമിറ്റ് -1 മുതൽ 0 വരെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 0. ഓക്കെ, ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 3x² പ്ലസ് 6 ഇൻറ്റു 2x + 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4x² പ്ലസ് 4x + 1. ഇതിന് a + b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. എഗെയിൻ ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 2 × 6 ഈസ് ഓക്കെ. ഈ 2 എല്ലാ ടേമിനും കോമൺ ആണ്. അപ്പോൾ 2 കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാം. 2dx. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 0 3x² പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു 24x² പ്ലസ് 24x പ്ലസ് 6 2dx. So you get the value -1 to 0. 3x² 24x² is 27x² plus 24x plus 6 2dx. That is integral -1 to 0. Again 54x² plus 48x plus 6 12 dx. ഇനി ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആകെ ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നതും വേരിയബിൾ ചേഞ്ചും മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളതുള്ളൂ. ബാക്കി നമ്മൾ സാധാ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. 54 ഈസ് ദർ. x² ഇൻ്റഗ്രൽ വാല്യൂ x³/3 പ്ലസ് 48 അവിടെ ഉണ്ട്. എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ x²/2. 12 അവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ dx x ആയി മാറും. ലിമിറ്റ് -1 മുതൽ 0 വരെ. അതായത് 54/3 അവിടെ ഉണ്ട്. x³ ലിമിറ്റ് കൊടുക്കണം. 0³ മൈനസ് 0³ ഈസ് 0 -1 ക്യൂബ് അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് 48/2 ഇവിടെ ഉണ്ട്. x² ലിമിറ്റ് കൊടുക്കുന്നത്. 0² മൈനസ് -1² പ്ലസ് 12 ഇൻറ്റു 0 മൈനസ് -1. ഓക്കെ, ദറ്റ് ഈസ് 54/3 ഇൻറ്റു -1 ക്യൂബ് -1 ആണ്. മൈനസ് ഓഫ് മൈനസ് ഈസ് +1. അപ്പോൾ ഇൻറ്റു 1. 48/2 ഈസ് 24 ആണ്. 24 ഇൻറ്റു -1 സ്ക്വയർ പോസിറ്റീവ് 1 ആണ്. അപ്പോൾ 0 മൈനസ് 1 ഈസ് -1 പ്ലസ് 12 ഇൻറ്റു ഹിയർ മൈനസ് ഓഫ് മൈനസ് ഈസ് +1. സോ ഗെറ്റ് ദ വാല്യൂ 54/3 മൈനസ് 24 പ്ലസ് 12. സോ ദാറ്റ് ഈസ് 54/3 മൈനസ് 12. ഓക്കെ, സോ ദാറ്റ് ഈസ് 54 മൈനസ് 36/3. സോ വാല്യൂ so that is 18/3. 18/3 equal to 6. അപ്പോൾ ഇങ്ങനെ വേരിയബിൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എലോങ് എ കർവ് സി. അതായത് സപ്പോസ് വി ഹാവ് എ കർവ് സി ആൻഡ് എലോങ് ദാറ്റ് കർവ് സി വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് എഫ്. then how will you find out the work done? So by formula, work done along a curve C by the force F is denoted by W equal to integral over C F dot dr. Word R denote the vector along curve C. R എന്താണ്? R എന്ന് പറയുന്നത് കർവ് സി ഉണ്ടല്ലോ, സിയുടെ ഇക്വേഷൻ, വെക്റ്റർ ഇക്വേഷനെയാണ് R എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ബൈ ഫോർമുല വർക്ക് ഡൺ W ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C F dot dr. So the problem is to find work done by a force F equal to xi plus yj. ഫോഴ്സ് വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അലോങ് ദി കർവ് സി ട്രേസ്ഡ് ബൈ സിയിലെ ഓരോ വെക്ടറിൻ്റെയും ഫോർമാറ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് a പ്ലസ് sin t j ആണ്. ഇനി എവിടെ മുതൽ എവിടം വരെയുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ 0 മുതൽ പൈ വരെയുള്ളത്. സോ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C F dot dr. ഓക്കെ, സോ വി ഹാവ് R ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ dr by dt you can find out what is dr by dt.
derivative of cos t is minus sin t I plus derivative of sin t is cos t j. So dr equal to minus sin t plus cos t j, sin t I plus cos t j dt. This is our dr. And given that f is equal to xi plus yj. So that is integral over c, and we apply the limit to t. F dot dr, f is xi plus yj dot dr is minus sin t I plus cos t j dt, and this dot represent the dot product. Okay, അതായത് ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അഥവാ സ്കേലാർ പ്രോഡക്റ്റ് ആണിത് കേട്ടോ. അതായത് ചുമ്മാ മൾട്ടിപ്ലിക്കേഷൻ അല്ല, രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇനി നോക്കൂ, ഇവിടെ എല്ലാം ഇൻ ടേംസ് ഓഫ് ടി ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ എക്സും വൈയും. സോ വി ഹാവ് ടു റീപ്ലേസ് എക്സ് ആൻഡ് വൈ യൂസിങ് ടി അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സിനും വൈക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്താണ് എക്സും വൈ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എക്സും വൈയും ഒക്കെ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? കെർവിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടിയുടെ സാധാരണഗതിയിൽ നമുക്കൊരു കെർവ് സി തന്നു കഴിഞ്ഞാൽ ആ കെർവിലുള്ള ഓരോ പോയിൻറ്റിനെയും നമ്മൾ എക്സ് വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കർവിലൂടെ പോകുന്ന വെക്ടറിനെയാണ് നമ്മൾ ആർ ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെ ഈ കോർഡിനേറ്റ് ഉപയോഗിച്ച് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ നോക്കൂ, വി ഹാവ് ഗിവൺ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ അല്ലേ. അതായത് സാധാരണ എങ്ങനെ എഴുതേണ്ടത്? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണ്. അതായത് എക്സ് കോസ് ടിയും വൈ സൈൻ ടിയുമാണ് തന്നിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? എക്സ് ഈസ് നത്തിങ് ബട്ട് കോസ് ടി. ആർ ഓഫ് ടിയുടെ ജനറൽ ഫോർമാറ്റ് എന്താണ്? ആർ ഓഫ് ടി ഈക്വൽ ടു, ഓർത്ത് വരുന്നാൽ മതി, എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കോസ് ടി ആണ്, വൈ എന്ന് പറയുന്നത് സൈൻ ടി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ എക്സിന് പകരം ഞാൻ കോസ് ടി എന്ന് എഴുതുന്നു, ഐ പ്ലസ് വൈക്ക് പകരം സൈൻ ടി ജെ എന്ന് എഴുതാം. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡി ടി. ഓക്കെ, ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നോക്കൂ, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കാണുക? A1 B1 പ്ലസ് A2 B2. ഐയുടെ കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, സം ചെയ്യുക. സോ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ. ലിമിറ്റ് വേണം, ലിമിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഫ്രം 0 to π. അപ്പോൾ 0 മുതൽ π വരെയാണ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്, 0 to π. ഓക്കെ, ദെൻ നമ്മൾ A1 B1 ചെയ്യുന്നു. ഇവിടെ A1 കോസ് ടി ആണ്, ഇവിടെ B1 മൈനസ് സൈൻ ടി ആണ്. സോ കോസ് ടി ഇൻറ്റു മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി പ്ലസ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഐയും ജെയും ഒന്നും എഴുതണ്ട. A1 B1 പ്ലസ് A2 B2 കോർഡിനേറ്റ്സിൻ്റെ സമ്മ് മാത്രമാണ് എഴുതാനുള്ളത്. സൈൻ ടി ഇൻറ്റു കോസ് ടി, അഗെയിൻ സൈൻ ടി കോസ് ടി, സൈൻ ടി കോസ് ടി ഡി ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ടി കോസ് ടി ക്യാൻസൽ ചെയ്യാൻ പറ്റും, യു ഗെറ്റ് വാല്യൂ 0. സോ 0 ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. So again, next problem, f is equal to 3/4 I plus 1/2 j. R of t is cos t I plus sin t j. 0 less than equal to t less than equal to pi. We have to find out the work done. So in order to find out the work done, we want w equal to integral over c f dot dr. So we find out first dr. R equal to cos t I plus sin t j. അപ്പോൾ നോക്കൂ, ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി വാല്യൂ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എക്സും വൈ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇൻ കേസ് ഇതിപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷനിൽ തന്നാൽ എക്സും വൈയും എങ്ങനെ റീപ്ലേസ് ചെയ്യും ചോദിച്ചാൽ ആർ ഓഫ് ടി നോക്കുക. ഇവിടുത്തെ ഐ കോർഡിനേറ്റിന് എക്സ് എന്നും ജെ കോർഡിനേറ്റിന് വൈ എന്നും വിളിക്കുക. ഈ എക്സും വൈയും ആയിരിക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. പക്ഷേ ഈ കേസിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അത് വാല്യൂ കൊടുത്തിട്ടുള്ള വെക്ടറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആർ ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി എന്ത് വരും? മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്ന് വരും. സോ ഡി ആർ ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡി ടി എന്ന് കിട്ടും. ഇനി എഫ് ഡോട്ട് ഡി ആർ വേണം. എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് 3/4 I പ്ലസ് 1/2 ജെ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് ഡി ആർ, അതായത് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്ന് എഴുതാം, ഡി ടി ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുന്നു, ഇത് രണ്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടത്. ഇത് രണ്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 3/4 ഇൻറ്റു മൈനസ് സൈൻ ടി, സോ മൈനസ് സൈൻ ടി പ്ലസ് 1/2 ഇൻറ്റു കോസ് ടി ഡി ടി. ഇതാണ് എഫ് ഡോട്ട് ഡി ആർ.
Therefore work done equal to integral over c f dot dr ആണ്. ഇവിടെ സിയുടെ വാല്യൂ നമുക്ക് ലിമിറ്റ് കൊടുത്താൽ മതി. ഇൻ ടേംസ് ഓഫ് ടി ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ 0 to pi minus 3/4 sin t പ്ലസ് 1/2 cos t dt. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. -3/4 കോമൺ എടുത്തു. സൈൻ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടി ആണ്. പ്ലസ് 1/2 അവിടെ ഉണ്ട്. കോസ് ടിയുടെ ഇൻ്റഗ്രൽ സൈൻ ടി ആണ്. ലിമിറ്റ് കൊടുക്കണം 0 മുതൽ പൈ വരെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് മൈനസ് ഈസ് പോസിറ്റീവ്. 3/4 ഈസ് ദർ. കോസ് ടിയിൽ ടിക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോസ് പൈ മൈനസ് കോസ് 0 എന്ന് കിട്ടും. പ്ലസ് 1/2 അവിടെ ഉണ്ട്. സൈൻ ടിയിൽ ടിക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ സൈൻ പൈ മൈനസ് സൈൻ 0 എന്ന് വരും. സോ 3/4 ഇൻറ്റു കോസ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ആൻഡ് കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ -1 -1 പ്ലസ് 1/2 ഇൻറ്റു സൈൻ പൈ 0 ആണ്. സൈൻ 0 0 ആണ്. സോ യു ഗെറ്റ് ദ വാല്യൂ 3/4 ഇൻറ്റു -2. ഇത് മുഴുവൻ പോയി. -1 is -2. So get the value -3/2. So -3/2 is the value of work done with respect to this force and this vector.